വെടിയുണ്ടകളെയും തോൽപ്പിക്കുന്ന കരുത്തുണ്ട് കൂത്തുപറമ്പിൻ്റെ സഹനസൂര്യന്. 3 പതിറ്റാണ്ടോളം വേദനയുടെ നൂൽപ്പാലം കടന്നുള്ള കിടപ്പു ജീവിതത്തിനൊടുവിലാണ് ചൊക്ലി മേനപ്പുറത്തെ പുതുക്കുടി പുഷ്പൻ വിട പറഞ്ഞത്. കേരളത്തിൻ്റെ സമരചരിത്രത്തിൽ ഇതിഹാസം രചിച്ച കൂത്തുപറമ്പ് സമരത്തിലെ 5 രക്തസാക്ഷികൾക്കൊപ്പം പുഷ്പനും ഇനി ജ്വലിക്കുന്ന രക്തനക്ഷത്രമാകും. കർഷക തൊഴിലാളികളായ കുഞ്ഞിക്കുട്ടിയുടെയും ലക്ഷ്മി അമ്മയുടെയും 6 മക്കളിൽ 5-മൻ. ചൊക്ലി രാമവിലാസം സ്കൂളിലെത്തിയപ്പോഴേക്കും SFI പ്രവർത്തകനായി. വീട്ടിലെ പ്രയാസം കാരണം ഹൈസ്കൂളിൽ പഠനം നിർത്തി. പലചരക്ക് കടയിൽ ജോലിക്ക് കയറി. പിന്നീട് മൈസൂരുവിലും ബംഗളൂരുവിലും ജോലി ചെയ്തു. ഒരവധിക്കാലത്താണ് കൂത്തുപറമ്പ് സമരം. സ്വാശ്രയ വിദ്യാഭ്യാസ കച്ചവടവും പരിയാരം മെഡിക്കൽ കോളേജ്, കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്ക് കോഴ നിയമനവും UDF സർക്കാർ യഥേഷ്ടം നടത്തുന്നതിനിടയിലാണ് മന്ത്രി MV രാഘവനെതിരെ കരിങ്കൊടി കാട്ടി പ്രതിഷേധിക്കാൻ DYFI തീരുമാനിച്ചത്. 1994 നവംബർ 25-ന് കൂത്തുപറമ്പ് അർബൻ സഹകരണ ബാങ്കിൻ്റെ സായാഹ്ന ശാഖ ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ വിദ്യാർത്ഥികളും യുവാക്കളും അണിനിരന്നു. കരിങ്കൊടികളുമായി കാത്തുനിന്നവർക്ക് നേരെ UDF സർക്കാർ കരുതി വച്ചിരുന്നത് വെടിയുണ്ടകളായിരുന്നു. KK രാജീവൻ, മധു, ബാബു, റോഷൻ, ഷിബുലാൽ എന്നിങ്ങനെ 5 DYFI പ്രവർത്തകർ രക്തസാക്ഷികളായി. വെടിയേറ്റ് പുഷ്പൻ വീണു. 24-ാം വയസ്സിൽ പുഷ്പൻ്റെ ജീവിതത്തിൻ്റെ ഒഴുക്കു നിലച്ചു. ആശുപത്രികളിൽ നിന്ന് ആശുപത്രികളിലേക്കുള്ള യാത്രയായിരുന്നു പിന്നീട്. ലഭിക്കാവുന്ന എല്ലാ ചികിത്സയും സംരക്ഷണവും പുഷ്പന് പ്രസ്ഥാനം ഉറപ്പുവരുത്തി. സുഷുമ്നാ നാഡി തകർത്ത വെടിയുണ്ടയാൽ ശരീരം തകർന്നെങ്കിലും ഉരുക്കുപോലെ ഉറച്ച മനസ്സായിരുന്നു പുഷ്പൻ്റേത്. ഒരു നാടിനും പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും മാത്രമല്ല, അനീതിക്കെതിരെ സന്ധിയില്ലാതെ പൊരുതുന്ന ഓരോ മനുഷ്യനും പുഷ്പൻ പ്രചോദനമായി, ആവേശമായി. വിപ്ലവാഭിവാദ്യവുമായി കട്ടിലിനരികിലെത്തുന്നവരെ അത്ഭുതപ്പെടുത്തിയ പോരാളിയായിരുന്നു പുഷ്പൻ. കഠിനവേദനയുടെ കൊടുമുടിയിലും പുഞ്ചിരിമായാത്ത മുഖവുമായാണ് പുഷ്പനെ എന്നും നാട് കണ്ടത്. മരണത്തെ വെല്ലുവിളിച്ച ധീരൻ. എന്നും കരുത്തിൻ്റെ ഊർജമായി നിന്ന സഹനസൂര്യൻ മായുമ്പോഴും തലമുറകൾക്കെന്നും ആവേശമായി ജ്വലിച്ചു നിൽക്കും.